ടീമിൻ്റെ പേര് വജ്ര. ഞങ്ങളുടെ ഈ ഒരു ടീമിൻ്റെ ഐഡിയ ലിഥിയം അയൺ ബാറ്ററികളുടെ റീസൈക്ലിംഗ്. ഞങ്ങളുടെ ഒരു സ്കൂൾ ഇന്നോവേഷൻ മാരത്തോണിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് എക്കോസെൽ. ലിഥിയം അയൺ ബാറ്ററികളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. സ്മാർട്ട് വാച്ച്, ലാപ്ടോപ്പ്, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നു. കേടുവന്ന ഇത്തരം ബാറ്ററികൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നില്ല. പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതിൽ നിന്ന് ലിഥിയം, കൊബാൾട്ട്, നിക്കൽ എന്നിവ പരിസ്ഥിതി നാശത്തിനും ജലമലിനീകരണത്തിനും കാരണമാകുന്നു. കാരണങ്ങൾ: മലിനീകരണം. ലിഥിയം, കോബാൾട്ട്, നിക്കൽ എന്നിവ വളരെ വിലപിടിച്ച വസ്തുക്കളാണ്. ശരിയായ രീതിയിൽ റീസൈക്ലിംഗ് നടക്കുന്നില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉയർന്ന ആവശ്യം. എഫക്റ്റ് ഓഫ് ദി പ്രോബ്ലം: പരിസ്ഥിതി നാശം, ആരോഗ്യ പ്രശ്നങ്ങൾ, ലിഥിയം പോലുള്ളവയുടെ ലഭ്യതക്കുറവ്. ലോക്കൽ കമ്മ്യൂണിറ്റി, വൈൽഡ് ലൈഫ്, എക്കോസിസ്റ്റം എന്നിവരാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഇതിനുള്ള പരിഹാരം കണ്ടുപിടിച്ചത്: വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലിഥിയം അയോൺ ബാറ്ററി ശേഖരിക്കുക. ഡംപിംഗ് യാർഡ്, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് സെന്റർ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് കൺവെയർ ബെൽറ്റ് ശേഖരിച്ച സ്ഥലത്തു നിന്നും പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എത്തുന്നു. ക്രഷിംഗ്, പൊടിക്കൽ. കൺവെയർ ബെൽറ്റിലൂടെ വന്ന ബാറ്ററികളെ യന്ത്രസഹായത്താൽ പൊടിക്കുന്നു. മാഗ്നറ്റിക് സെപ്പറേഷൻ. പൊടിച്ച ഭാഗങ്ങൾ ബെൽറ്റിലൂടെ വലിയ ഇലക്ട്രോ മാഗ്നറ്റിന്റെ സഹായത്താൽ വേർതിരിച്ചിരിക്കുന്നു. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ എന്നിവ കാന്തികമല്ലാത്തതിനാൽ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. മെക്കാനിക്കൽ. പ്ലാസ്റ്റിക്, ഗ്ലാസ് തുടങ്ങിയ വസ്തുക്കളെ യന്ത്രസഹായത്താൽ വേർതിരിക്കുന്നു. ബ്ലോവർ, ഡെൻസിറ്റി എന്നിവ വഴി വേർതിരിക്കുന്നു. ലീച്ചിങ്. മുകളിലെ പ്രക്രിയകൾക്ക് ശേഷം വരുന്നവ ലീച്ചിങ്ങിന് വിധേയമാക്കുന്നു. ഇതിന്റെ ഉൽപ്പന്നമായ ലിഥിയം, കൊബാൾട്ട്, നിക്കൽ എന്നിവയുടെ കോമ്പൗണ്ട് ലഭിക്കുന്നു. പ്രസിപ്പിറ്റേഷൻ. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ എന്നിവയുടെ അടിയിക്കൽ പ്രക്രിയ കൊണ്ട് ഇവയുടെ ഓക്സൈഡ് ലഭിക്കുന്നു. ഇലക്ട്രോലൈസസ്. മുൻപത്തെ പ്രക്രിയയിൽ നിന്ന് ലഭിച്ച ഉൽപ്പന്നങ്ങളെ ഇലക്ട്രോലൈസസിന് വിധേയമാക്കുന്നു. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ എന്നിവയെ ശുദ്ധരൂപത്തിൽ വേർതിരിക്കുന്നു. കൺക്ലൂഷൻ: ആധുനിക കാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ലിഥിയം അയോൺ ബാറ്ററി. അതിനാൽ തന്നെ ഇവയുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ റീസൈക്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കണം. ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് വഴി ലിഥിയം, കൊബാൾട്ട്, നിക്കൽ എന്നിവ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നു.